ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ അത് യാദൃച്ഛികമല്ല, മനഃപൂർവമാണ്. ഇത്രയും വൃത്തികെട്ട മനസ്സിൻ്റെ ഉടമ ഒരു വിശ്വാസത്തിനെ പോലും അപമാനിച്ചുകൊണ്ട് ഞാൻ ഭയങ്കര വിശ്വാസിയാണ് എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി വിശ്വാസത്തിനെ പോലും കച്ചവടമാക്കിയ കല്യാണരമണിക്കെതിരെ സംസാരിക്കാൻ ഒരു കാര്യവും നോക്കേണ്ട ആവശ്യമില്ല, ഒരു മനസ്സാക്ഷി പോലും നോക്കേണ്ട കാര്യമില്ല എന്നതാണ് എൻ്റെ നിലപാട്. കല്യാണരമണിയുടെ ഒരു കമൻറ്റ് അസൂറ ഇത്തയുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കണ്ടു. അതാണ് ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാവരും കണ്ടു കാണുമല്ലോ. 1000 രൂപ അസൂറ ഇത്തയുടെ അക്കൗണ്ടിൽ നിന്നാണ് GPay വഴി കല്യാണരമണിയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്. ഈ അസൂറത്ത ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവരുടെ കുടുംബം നോക്കുന്നത്. അസൂറ ഇത്തയുടെ പല കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ടാണ് ഈ 1000 രൂപ ഈ സ്ത്രീയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുള്ളത്. കാരണം ഈ സ്ത്രീ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് കരഞ്ഞ് നിലവിളിച്ച് ഇനി എന്ത് കൊടുക്കും, ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ എൻ്റെ അടുത്ത് ഒന്നുമില്ലല്ലോ എന്നുള്ള ഒരു വീഡിയോ കണ്ടിട്ട് അസൂറ ഇത്തക്ക് മനസ്സലിഞ്ഞ് വിളിച്ചിട്ട് നീ കുട്ടികൾക്ക് ഇന്നത് വാങ്ങിച്ചു കൊടുക്ക്, ഞാൻ നിനക്ക് ക്യാഷ് ഇട്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് അസൂറത്ത 500 രൂപ ഇട്ടു. അസൂറത്തയുടെ കൂട്ടുകാരികൾക്ക് വിളിച്ച് അവരെ കൊണ്ടും ക്യാഷ് ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തു. അങ്ങനെ ഒരു കൂട്ടുകാരിയുടെ ക്യാഷ് അസൂറത്തയുടെ അക്കൗണ്ടിൽ നിന്നാണ് അയച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്ന 1000 രൂപ. അത് എല്ലാവർക്കും ബോധ്യപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഈ ഭിക്ഷാടനത്തെക്കുറിച്ച് വിമർശനങ്ങൾ വന്നപ്പോൾ നിങ്ങളാരും തന്നില്ലല്ലോ, തെളിവ് തരൂ, തിരിച്ചിട്ട് തരാം എന്ന അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ കയറി ഈ തള്ള വിളിച്ചു പറഞ്ഞപ്പോൾ ഓർത്തില്ലേ തള്ളേ, നിങ്ങൾക്ക് തെളിവുകളുമായി ആളുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുമെന്ന്? നട്ടല്ലേ വാഴപ്പിണ്ടി, അല്ലെങ്കിൽ 1000 രൂപ തിരിച്ചിട്ട് കൊടുത്ത് തെളിവുകൾ തന്ന് ചോദിക്കുന്നവർക്ക് അവരവരുടെ ക്യാഷ് തിരിച്ചിട്ട് കൊടുത്ത് മാന്യത കാണിക്കൂ തള്ളേ. നീ ആലിമിന് പഠിച്ചവളാണ് എന്ന് പറഞ്ഞ് അവിടെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു എന്നും നീ ലൈവിലൂടെ പറഞ്ഞിരുന്നു. എന്നിട്ട് വേറൊരു ലൈവിൽ 1 വർഷം പോയിട്ടുള്ളൂ എന്നും നീ 1 വർഷമെങ്കിലും ആലിമിന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങനെ സംസാരിക്കുമോ തള്ളേ? നീ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെയും മക്കളെയും സഹായിച്ചു എന്ന് പറയുന്നതിന് പകരം ഞാൻ നിങ്ങൾക്ക് തിരിച്ചിട്ട് തരാം എന്നാണ് നീ പറഞ്ഞത്. എവിടെ നിന്റെ ദീൻ? ആളുകളെ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു അൽഹംദുലില്ലാ. കല്യാണരമണിക്ക് ഒരുപാട് കൂട്ടുകാർ ഉണ്ട് എന്ന് പറയുന്നു. നിങ്ങളുടെ തെറ്റ് തിരുത്തി തരാൻ, നല്ലത് പറഞ്ഞു തരാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരൊറ്റ എണ്ണവുമില്ല. നീ തന്നെയാണ് താഴേക്ക് പതിക്കുന്നത് എന്ന് ചിന്തിക്കാത്തിടത്തോളം കാലം നിനക്ക് ആളുകളുടെ സപ്പോർട്ട് ഉണ്ടാകില്ല. അതിന് കാരണം നിന്റെ വായിലെ നാക്കാണ് തള്ളേ. ചന്ദനം ചാരുമ്പോൾ ചന്ദനം മണക്കും, ചാണകം ചാരുമ്പോൾ ചാണകം മണക്കും. നിന്റെ കൂടെ കൂടിയവർ ആരും നിന്റെ നന്മ കണ്ടു കൂടിയവരല്ല. നിന്നെ പോലെ തന്നെ കറുത്ത മനസ്സിന് ഉടമസ്ഥരായതുകൊണ്ടാണ് നീ ചെയ്യുന്ന തെറ്റ് പോലും നിനക്ക് കാണിച്ചു തരാത്തത്. ഇത്രയും നല്ലൊരു മാസമായിരുന്നിട്ട് പോലും നീ ചെയ്യുന്ന ഈ ഒരു തെറ്റാണ് എന്ന് നിനക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഈ മാസത്തിൽ പോലും നിനക്ക് ദാനം കിട്ടിയ പൈസ അതെടുത്ത് മുമ്പിൽ കാണിച്ചുകൊണ്ട് ഒരാൾ രഹസ്യമായി ചോദിച്ച പൊരുത്തം പോലും വിളിച്ചു പറഞ്ഞുകൊണ്ട് നീ എത്ര കപട വിശ്വാസിയാണ് എന്ന് തെളിയിക്കുന്നത്. നിനക്ക് കഴിഞ്ഞ മാസം 45,000 രൂപ സാലറി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നീ പറഞ്ഞത് 11,000 കിട്ടിയിട്ടുള്ളൂ എന്ന്. കപടക്കാരി, നീ മനഃപൂർവ്വം പറഞ്ഞതല്ലേ നിനക്ക് ഈ മാസം റവന്യൂ ഇല്ല എന്ന്. കാരണം എന്താണ്? അടുത്ത മാസം റമദാൻ ആയതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകൾ നിന്നെ സഹായിക്കുമെന്ന് നിനക്കറിയാം. അതുകൊണ്ട് നീ ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമാണ് റവന്യൂ ഇല്ല എന്ന ഈ കാര്യം. ഇത് സാധാരണ ആളുകൾക്ക് വിശ്വസിക്കും, എന്നാൽ ഞങ്ങൾ വിശ്വസിക്കില്ല തള്ളേ. നീ പറയുന്നുണ്ടല്ലോ നിന്നെ പിച്ചി ചീന്തി വീഡിയോ ഇടുന്ന പൈസ ഞാൻ പൊരുത്തപ്പെടില്ല എന്ന്. തള്ളേ, നിന്റെ പൊരുത്തം ആർക്ക് വേണം? ഞങ്ങൾ നന്മയുടെ പുറകെയാണ്. ലോകത്തുള്ള സുമനസ്സുകളെ പറ്റിച്ച് വഞ്ചിച്ച് പണം ചതിച്ച് കൈക്കലാക്കുന്ന നിന്റെ പൊയ്മുഖം വലിച്ചു കീറിയിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന സമ്പത്ത് ദാനം ചെയ്യും തള്ളേ. പിന്നെ ഈ
അസൂറത്ത അത്ര അധികം മോശപ്പെട്ട സ്ത്രീ ആണെങ്കിൽ നീ അവർക്ക് അയച്ചു കൊടുത്ത മരണപ്പെട്ട ഭർത്താവിൻ്റെ ഫോട്ടോ, വീഡിയോ, ആ ഭർത്താവ് ഒരു സ്ത്രീയെ സ്നേഹിച്ചിരുന്നു, ആ സ്ത്രീയുടെ ഫോട്ടോ, 2 പേർ നിൽക്കുന്ന ഫോട്ടോ, നീ അസൂറത്തക്ക് അയച്ചു കൊടുത്ത ഫോട്ടോ, നിങ്ങൾ തമ്മിൽ സംസാരിച്ച വോയിസുകൾ ഏതെങ്കിലും അസൂറത്ത പുറത്ത് വിട്ടിട്ടുണ്ടോ? നീ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ ഇതൊക്കെ കൊടുത്തിട്ട് ഈ കാര്യങ്ങൾ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് നീ ഈ സമൂഹത്തെ പറ്റിച്ചതല്ലേ തള്ളേ? അന്ന് വേണമെങ്കിൽ ഈ അസൂറത്തക്ക് ഈ കാര്യങ്ങളെല്ലാം പുറത്തിടാമായിരുന്നു. അവർ ചെയ്തിട്ടില്ലാത്തിടത്തോളം കാലം അവർ തന്ന പൈസയുടെ കണക്ക് നീ എന്തിന് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു? അവർ അതുപോലെ മനസ്സിൽ ഒതുക്കി വെച്ച കാര്യങ്ങളായിരുന്നില്ലേ? പൊരുത്തപ്പെട്ട് ആ കുട്ടികൾക്ക് കൊടുത്ത പൈസ നിങ്ങളല്ലേ വിളിച്ചു പറഞ്ഞത്? എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ തിരിച്ചു കൊടുക്കുകയാണ് എന്ന്. തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ 2 പ്രാവശ്യം തന്ന തെളിവ് ഈ വീഡിയോയിൽ ഉണ്ട്. 1000 രൂപ തിരിച്ചിട്ട് കൊടുത്ത് എന്നിട്ട് നീ സംസാരിക്ക് തള്ളേ. രഹസ്യമായി പറഞ്ഞത് പരസ്യമാക്കി എന്ന് പറയുന്ന ജനങ്ങളെ നിങ്ങൾ അറിയണം. ആ പാവം കാലില്ലാത്ത മോളാണ് തസ്ലി. ആ തസ്ലിയെക്കുറിച്ച് എന്തെല്ലാം വൃത്തികേടുകളാണ് അസൂറത്തയോട് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമാണോ? ഭർത്താക്കന്മാരെ കുറിച്ചും മരണപ്പെട്ടു പോയ ആ ഭർത്താവിൻ്റെ കാമുകിയെക്കുറിച്ചും അപമാനകരമായ വോയിസുകൾ ഇന്നും അസൂറത്തയുടെ കയ്യിലുണ്ട്. ഏതെങ്കിലും ഒരു വോയിസ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ? ഈ തള്ള പറഞ്ഞ പല കാര്യങ്ങളും നുണകളും അസൂറത്തയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരു കാര്യവും അസൂറത്ത പുറത്ത് പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ടും ആ ഇത്തയുടെ മകളുടെ ജീവിതം വലിച്ച് ഇഴച്ച് തെരുവിൽ കൊടുന്നിട്ട് പട്ടി മാംസം തിന്നുന്നത് പോലെ കടിച്ച് പറിക്കുന്ന നിന്റെ സ്വഭാവമുണ്ടല്ലോ, അത് നീ വളർന്നു വന്ന ചുറ്റുപാടിനെയും നീ ജീവിക്കുന്ന നിന്റെ ജീവിത രീതിയെയും നിന്നെ വളർത്തിയ നിന്റെ മാതാപിതാക്കളെയുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ടാണോ നീ എൻ്റെ മാതാപിതാക്കളെ പറഞ്ഞത് തള്ളേ? മരണപ്പെട്ടു പോയ ഭർത്താവ് ഈ സ്ത്രീയെ തൊലാക്ക് ചൊല്ലി ഒഴിവാക്കി ബന്ധം വേർപ്പെടുത്തിപ്പോയി. 1 വർഷം കഴിഞ്ഞാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. എന്നിട്ട് ഈ അന്യപുരുഷന്റെ ഫോട്ടോ വെച്ച് ഈ സ്ത്രീ റീൽ ചെയ്യുന്നു. അതിനെ ചോദ്യം ചെയ്തപ്പോൾ ഈ സ്ത്രീ പറഞ്ഞത് അത് എൻ്റെ മകൻ്റെ ബാപ്പയല്ലേ എന്ന്. അപ്പോൾ മറ്റേ 2 മക്കളുടെ ബാപ്പയോ? അവരുടെ ഫോട്ടോ വെച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ എതിർക്കും. കാരണം അവർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഈ മരണപ്പെട്ട ഭർത്താവ് വന്നിട്ട് പറയില്ലല്ലോ ഇവൾ എന്നെ വേദനിപ്പിച്ചു, എന്നെ ഉപദ്രവിച്ചു എന്ന്. പിന്നെ അഷ്കർക്ക ഈ തള്ളയെ വിളിച്ച് പൊരുത്തം ചോദിച്ചു എന്ന് ഉള്ള ലൈവിലും വീഡിയോയിലും ഒക്കെ ഇപ്പോൾ അതാണ്. അദ്ദേഹം അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മനസ്സാണ്. അത് എടുത്ത് പുറം ലോകത്തിന് ഇട്ടുകൊടുത്തു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എത്ര മോശപ്പെട്ട വ്യക്തിയാണ് ഈ തള്ള എന്ന്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് പറഞ്ഞത് പബ്ലിക്കിൽ വന്ന് പറയുമ്പോൾ ഈ തള്ള എത്രത്തോളം വിശ്വാസിയാണ് അവിശ്വാസിയാണ് എന്നതിൻ്റെ തെളിവ് മാലോകർ പറഞ്ഞോളും. അത് നിനക്ക് മനസ്സിലാക്കാൻ ബുദ്ധിയില്ല. നീ ആലിമിനല്ല പഠിച്ചത്, വേറെ എന്തിനോ ആണ് തള്ളേ. ചപ്പും ചവറും അണ്ണൻ്റെ കാൽ കഴുകിയ വെള്ളം കുടിക്കുന്ന നിങ്ങൾക്ക് ഇതുപോലെ ഒരു നരാധമനെ കൂട്ടിന് കൊണ്ട് നടക്കുന്ന ഇനി കൂട്ടി എന്ന് പറഞ്ഞിട്ട് അതിനി വിഷയാക്കണ്ട, കൂട്ടിക്കൊണ്ട് നടക്കുന്ന നിങ്ങൾക്ക് ഇത് പറയാനുള്ള യോഗ്യത പോലും ഇല്ല തള്ളേ. പിന്നെ ലാസ്റ്റ് പറയാനുള്ളത് അസൂറത്ത ഈ തള്ളയുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസവും കണ്ട് സഹായിച്ചത് അവരുടെ നല്ല മനസ്ഥിതി. അതിനെ നിങ്ങൾ ചൂഷണം ചെയ്ത് പബ്ലിക്കിന് മുൻപിൽ ഇട്ടുകൊടുത്ത് അതിനെ വലിച്ചു കീറി. ഇനി അത് എന്തായാലും തിരിച്ചു കൊടുത്തേ പറ്റൂ. കാരണം പബ്ലിക് അറിയാത്ത രഹസ്യമായി ചെയ്ത കാര്യം പരസ്യമാക്കിയ നിന്റെ കാര്യം റബ്ബ് തന്നെ പരസ്യമാക്കും. ഇസ്ലാമിൽ ഒരു വചനമുണ്ട്, മറ്റുള്ളവരുടെ രഹസ്യം മറച്ചു വെച്ചാൽ നിങ്ങളുടെ രഹസ്യം അള്ളാഹു മറച്ചു വെക്കുമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബായ്.